Now the topic problems related with wave equation. അപ്പോൾ നമുക്ക് വേവ് ഇക്വേഷൻ എന്താണെന്ന് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റിഫ്ലക്ഷൻ u of xt of the string of length l equal to pi when a square equal to 1. The initial velocity is 0 and the initial deflection is k into sin x minus 1 by 2 sin 2x. അതായത് നമുക്ക് u of xt എന്ന് പറയുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കണം, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് പൈ ആണെന്ന് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്നും ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള വേവ് ഇക്വേഷൻ എന്താണ്? ദ വേവ് ഇക്വേഷൻ a square ux x equal to u tt 0 less than or equal x less than or equal to l t greater than 0 with the boundary condition u of 0 t equal to 0, u of l t equal to 0 and the initial condition u of x 0 equal to 0 and equal to f of x, u t of x 0 equal to g of x. ഇതാണ് നമുക്ക് പരിചയമുള്ള ജനറൽ ആയിട്ടുള്ള വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ എന്താ നോക്കാം. ഹിയർ വേവ് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? എ സ്ക്വയർ 1 ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ യു ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു യു ടി ടി എന്നായി. അതുപോലെ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു പൈ ആവും. എൽ ഈക്വൽ ടു പൈ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇനീഷ്യൽ കണ്ടീഷൻ ബൗണ്ടറി കണ്ടീഷനിൽ മാറ്റമൊന്നുമില്ല. യു ഓഫ് 0 ടി ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് എൽ ടി ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്കിവിടെ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ആണ്. അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ജി ഓഫ് എക്സ് 0 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ വരിക? യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് 1/2 സൈൻ 2x. അതുപോലെ യു ടി ഓഫ് എക്സ് 0 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അത് നമുക്ക് 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡിഫ്ലക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് അറിയാം. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു നമ്മുടെ സൊല്യൂഷൻ എന്താണ്? സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു കോസ് എൻ പൈ എ ടി ബൈ എൽ പ്ലസ് ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എ ടി ബൈ എൽ ഇൻറ്റു സൈൻ പൈ എ എക്സ് ബൈ എൽ. ഇതാണല്ലോ നമ്മുടെ സൊല്യൂഷൻ. വെർ എ ഈക്വൽ ടു 2 ബൈ എൽ ടു ബൈ എൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അതുപോലെ ബി എൻ ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എ എൻ പൈ ഡിവൈഡഡ് ബൈ 0 ടു എൽ ജി ഓഫ് എക്സ്. അതുപോലെ ഇത് തന്നെ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇതാണ് നമ്മളുടെ ജനറൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ വരിക നോക്കാം. ഇവിടെ നമുക്ക് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടുന്നത് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ, അങ്ങനെ തന്നെ കോസ് ഓഫ് എൻ പൈ എ എന്ന് പറയുന്നത് 1 ആണ്. സോ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് പൈ ആണ് ടി. ഇവിടെ നമുക്ക് കിട്ടുന്നത് ബി എൻ എന്ന് പറയുന്നത് സൈൻ എൻ ടി. ഇവിടെ ബി എൻ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ അല്ലേ ബി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്താണ്? 0 ആണ്. അപ്പോൾ ബി എൻ കംപ്ലീറ്റ്ലി 0 അല്ലേ? ജി ഓഫ് എക്സ് നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷനിൽ 0 ആണ്. അതുകൊണ്ട് ബി എൻ കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോവും. അപ്പോൾ അത് നമ്മൾ എഴുതുന്നില്ല, ബാക്കിയില്ലെന്ന് എഴുതാം. ഇൻറ്റു പ്ലസ് 0 ഇൻറ്റു സൈൻ പൈ എ 1 ആണ് എക്സ് ഡിവൈഡഡ് ബൈ പൈ സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നും കൂടെ അല്ലേ ഇവിടെ എൻ. ഓക്കെ, പിന്നെ എന്തായിട്ട് മാറും? സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ ടി ഇൻറ്റു സൈൻ എൻ എക്സ്. ഇങ്ങനെയായിട്ട് മാറുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എ എൻ കണ്ടുപിടിക്കണം. എ എൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എ എൻ ഈക്വൽ ടു
2/L ഇൻറ്റു ഇൻ്റഗ്രൽ 2/L എന്ന് പറഞ്ഞാൽ 2/π ആയി 2/π ഇൻ്റഗ്രൽ 0 to π പിന്നെ വരുന്നത് എഫ് ഓഫ് എക്സ് എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എഴുതുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ്. അപ്പോൾ പൈയും പൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എൻ എക്സ് എന്ന് വരും ഡി എക്സ്. ഇവിടെ എ എന്ന് പറയുന്നത് ഫൊറിയർ കോഎഫിഷ്യൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ കോഎഫിഷ്യൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടില്ലേ, എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്, കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് 1/2 സൈൻ 2x. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും കെ സൈൻ എക്സ് മൈനസ് k/2 സൈൻ 2x. അതായത് ഇവിടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു ഫൊറിയർ സീരീസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് k/2 ഇൻറ്റു സൈൻ 2x എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം, a1 ഈക്വൽ ടു കെ എന്ന് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ a2 ഈക്വൽ ടു മൈനസ് k/2 എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കി കെ ഇൻറ്റു, അതായത് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ കെ ഇൻറ്റു സൈൻ എക്സ് അതുപോലെ k/2 ഇൻറ്റു സൈൻ 2x എന്ന് പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ബാക്കിയുള്ള എന്നുകളെല്ലാം 0 ആണ് ഇവിടെ. അപ്പോൾ a ഈക്വൽ ടു 0 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ എന്തായിട്ട് മാറി, യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ ടി സൈൻ എൻ എക്സ് എന്നായിരുന്നേ. അപ്പോൾ അതിൽ a1ഉം a2ഉം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം 0 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാൻ പറ്റാം, കെ കോസ് ടി, അതായത് a1 എന്ന് പറയുന്നത് ഇത് a1 a2 മാത്രമേ ഉള്ളൂ, അതിൽ a1 ഞാൻ എഴുതാണ്. a1 n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്നുള്ളത് a1 കോസ് എൻ ടി സൈൻ എൻ എക്സ് പ്ലസ് a2 കോസ് എൻ ടി സൈൻ എൻ എക്സ് എന്നാവും. അപ്പോൾ കെ ഇൻറ്റു കോസ് n ഈക്വൽ ടു 1 കൊടുത്തു, അപ്പോൾ ടി സൈൻ എക്സ്. അടുത്തത് a2 കൊടുക്കുക. അപ്പോൾ a2 കൊടുക്കുമ്പോൾ മൈനസ് k/2 ഇൻറ്റു കോസ് 2t സൈൻ 2t 2x അങ്ങനെ വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം, കൺസിഡർ എ വൈബ്രേറ്റിംഗ് സ്ട്രിംഗ് ഓഫ് ലെങ്ത് L equal to 30 that satisfies the wave equation for u xx equal to u 2t 0 less than x less than 30 t greater than 0. Assume that the ends of the string are fixed and that the string is set in motion with no initial velocity from the initial position. u of x 0 equal to f of x by 10 0 less than or equal to x less than or equal to 0 less than or equal to x less than or equal to 10 30 minus x by 20 10 less than or equal to x less than or equal to 30. Find the displacement u of xt of the string. അതായത് നമുക്ക് ഒരു വൈബ്രേറ്റിംഗ് സ്ട്രിങ് 30 ലെങ്ത് ഉള്ളത് തന്നിട്ടുണ്ട്. വേവ് ഇക്വേഷൻ ഫോർ യു എക്സ് എക്സ് ഈക്വൽ ടു യു 2t എന്നാണ് തന്നിരിക്കുന്നത്, യു ടി എന്നാണ് തന്നിരിക്കുന്നത്. ഇനി പിന്നെ ബൗണ്ടറി കണ്ടീഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എൻഡ്സ് ഓഫ് ദ സ്ട്രിങ് ആർ ഫിക്സഡ്, ദെൻ സ്ട്രിങ് ഈസ് സെറ്റ് ഇൻ മോഷൻ വിത്ത് നോ ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് 0 ആണ്. അതുപോലെ യു ഓഫ് എക്സ് 0 എന്ന് പറയുന്ന ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിയർ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. L equal to 30, തന്നിരിക്കുന്ന വേവ് ഇക്വേഷൻ ഫോർ യു എക്സ് എക്സ് ഈക്വൽ ടു യു 2t. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് a equal to 2 ആണെന്ന് കിട്ടും. u of 0t equal to 0 and u of lt equal to 0. അതുപോലെ നമുക്ക് u of x 0 equal to f of x ആണെന്ന് തന്നിട്ടുണ്ട്. ആ ഒരു പ്രത്യേക ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ut of x 0 equal to 0, അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണെന്നാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താവും, നമ്മുടെ സൊല്യൂഷൻ സിഗ്മ n equal to 1 to infinity a n into cos n pi a t by l plus b n എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. b n കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രൽ ഓഫ് g of x വെച്ചിട്ടാണ്. സോ g of x ഇവിടെ 0 ആണെന്ന് തന്നിട്ടുണ്ട്. സോ b n ടേം 0 ആയിപ്പോയി. ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഇവിടുത്തെ കണ്ടീഷനിൽ നമുക്ക് എയുടെ വാല്യൂം എല്ലിൻ്റെ വാല്യൂം കൂടെ കൊടുക്കാം. നമുക്ക് എന്താ കിട്ടുക, സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ്, ഇവിടെ നമുക്ക് എ 2 ആണെന്ന് തന്നിട്ടുണ്ട്, 2n പൈ ടി ഡിവൈഡഡ് ബൈ 30. അതുപോലെ ഇവിടെ സൈൻ എൻ പൈ എക്സ് ബൈ 30.
ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. അതിൽ നമ്മൾ എ എൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, കാരണം ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലേ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ n ഈക്വൽ ടു 1 2 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ എൻ്റെ ഇക്വേഷൻ എന്താണ്? എ n ഈക്വൽ ടു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2/30 വരും അല്ലേ, എൽ 30 ആണ് തന്നിരിക്കുന്നത്. 0 ടു 30 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്താണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റെപ്പിൽ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നു. സൈൻ n പൈ എക്സ് ബൈ 30 ഡി എക്സ് നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/30 1/15 എഴുതി കൂടെ അല്ലേ, 1/15 ഇവിടെ നിന്നോട്ടെ. ഇനി ഉള്ളത് 0 ടു 10 ആണ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, അത് x/10 ആണ് തന്നിട്ടുള്ളത്. x/10 ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ 30 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 10 ടു 30 മൈനസ് എക്സ് ബൈ 20 സൈൻ n പൈ എക്സ് ബൈ 30 ഡി എക്സ്. നമ്മളിതിനെ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ 1/15 ഇൻറ്റു ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മളിതിനെ x/10 എടുക്കാം, കാരണം ഓൾജിബ്രായിക് ഫംഗ്ഷനായിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്, അതായത് മൈനസ് കോസ് n പൈ എക്സ് ബൈ 30 ഹോൾ ഡിവൈഡഡ് ബൈ n പൈ ബൈ 30 മൈനസ് integration of derivative of first into integration of second. Okay, ഈ 1/15 കോമൺ ആണ്. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. മൈനസ് അടുത്ത ടേമിൽ ചെയ്യാം, ഇതൊന്ന് ചെയ്തിട്ട് പറയാം. ഓക്കെ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം നമുക്കിങ്ങനെ കിട്ടി. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 1/15 ഇൻറ്റു x/10 എന്ന് പറഞ്ഞിട്ടിങ്ങനെ കിട്ടും. അതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓരോന്നിലും ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങൾ നോക്കുക, എന്നുവെച്ചാൽ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കുറച്ച് കാൽക്കുലേഷൻസ് അവിടെ വരുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ 6/n² π² sin n π by 3 പ്ലസ് 3/n² π² sin n π by 3 എന്ന് വരും. അത് നമുക്ക് 9/n² π² sin n π by 3 എന്ന് വരും. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് u of xt എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടും. ഒന്നുമില്ല, അത് ഇൻ്റഗ്രേഷൻ വെച്ച് സോൾവ് ചെയ്തേ ഉള്ളൂ. ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക, നന്നായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.